ദൈവത്തിരുക്കുമാരനും പരിശുദ്ധ കൃപാസന അമ്മയ്ക്കും 100,000 നന്ദി. എൻ്റെ പേര് രഹന ജോളി. ഞാൻ എറണാകുളം കരിമാലൂർ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഫെബ്രുവരി 16, 2023 അപ്പോൾ ഞാനിവിടെ വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് എൻ്റെ കുടുംബത്തിൽ അപ്രതീക്ഷിതമായിട്ട് വന്നൊരു ദുരന്തമായിരുന്നു. അത് എൻ്റെ സഹോദരൻ 25-ാം വയസ്സിൽ ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. രാഹുൽ എന്നായിരുന്നു പേര്. അപ്പോൾ ചേട്ടന് റെൻ്റ് കാറിൻ്റെ ബിസിനസ്സായിരുന്നു. ഫിനാൻസിൽ നിന്ന് വണ്ടികളൊക്കെ എടുത്തിട്ടാണ് ചേട്ടൻ ബിസിനസ് മുന്നോട്ട് നയിച്ചിരുന്നത്. അപ്പോൾ ആ സമയത്ത് ചേട്ടൻ്റെ മരണശേഷം വീട്ടിൽ ഫിനാൻസുകാർ വരികയും അപ്പോൾ പപ്പ നേരത്തെ മരിച്ചതുകൊണ്ട് എല്ലാ ബാധ്യതയും ഞാനും അമ്മയും കൂടി ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ എൻ്റെ കസിൻ ചേച്ചി പറഞ്ഞു, നീ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്ക്, ഈ ഫിനാൻസുകാർ വീട്ടിൽ വന്ന് ഒച്ചപ്പാടും ബഹളവും, എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ ബാധ്യത തീർക്കണം എന്നൊക്കെ പറഞ്ഞ് വന്നപ്പോൾ നിലയില്ല കഴുത്തിൽ മുങ്ങി നിൽക്കുന്ന ആ സമയത്ത് ചേച്ചി പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ചേട്ടൻ മരിക്കുന്നത് ഒക്ടോബറിലാണ്. ഞാൻ ഫെബ്രുവരിയിൽ ഇവിടെ വന്നു ഉടമ്പടി എടുത്ത്. ഞാൻ ആദ്യം നിയോഗം വെച്ചത് എനിക്ക് മാനസികമായിട്ട് ഒന്ന് നേരെ നിന്ന് എൻ്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ ബാധ്യതകളൊന്ന് തീർക്കാനും ചേട്ടൻ്റെ ഫിനാൻസിലെ എല്ലാ കാര്യങ്ങളും എത്രയും പെട്ടെന്നൊന്ന് തീർത്ത് കിട്ടാനും വേണ്ടിയായിരുന്നു. അപ്പോൾ ആദ്യം ചേട്ടൻ്റെ ഒരു 6-7 വണ്ടികളുണ്ടായിരുന്നു ചേട്ടന്. ഫസ്റ്റത്തെ ഞങ്ങളുടെ അടുത്ത് ഫിനാൻസുകാർ പറഞ്ഞത് 3.5 ലക്ഷം കൊടുത്തിട്ട് വേണം നിങ്ങൾ ഈ ബാധ്യത തീർക്കാനായിട്ട്. അപ്പോൾ കുടുംബത്തിലെ അവസ്ഥയെല്ലാം ഞങ്ങൾ പറഞ്ഞിട്ടും ഒരിതും ഉണ്ടായിരുന്നില്ല. ഞാനിവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവർ തന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഞാൻ ഉടമ്പടി തൈലം പൂശുകയും ഫിനാൻസ് കമ്പനിയിൽ പോയി ഞാൻ ഒപ്പിടുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് അവിടെ നിന്നൊരു ദിവസം എൻ്റെ മാനേജർ കോണ്ടാക്ട് ചെയ്ത് ഇത് പിയറൻ്റാണ്, അപ്പോൾ ഞങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ചെയ്തു തരാൻ നോക്കാം എന്ന് പറഞ്ഞ് 3.5 ലക്ഷം പറഞ്ഞു കൊടുത്ത് 1.50 അവരത് ചുരുക്കി തന്നു. പൈസ അടയ്ക്കേണ്ടതിൻ്റെ തലേ ദിവസം വിളിച്ചിട്ട് മാനേജർ പറഞ്ഞു, നിങ്ങളുടെ അവസ്ഥ ഞാൻ ഒന്നും കൂടി വെച്ചിട്ടുണ്ട്, 1.55 വേണ്ട, 1.30 ഞങ്ങളിത് തീർത്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റത്തെ ഒരു വണ്ടിയുടെ തീർത്തു. രണ്ടാമത്തെ ഒരു വണ്ടിയുടെ എന്ത് ചെയ്യണമെന്നറിയില്ല, അതും 3.5 ലക്ഷത്തിനുണ്ടായിരുന്നു. അപ്പം ചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, വണ്ടി ഞാൻ എടുത്തോളാം, 3 ലക്ഷത്തിന് 3.5 ലക്ഷമാണ് പറഞ്ഞത്, അതിൽ 3 ലക്ഷം പുള്ളി തരാം, വണ്ടി എടുത്തിട്ട് ബാക്കി 50,000 രൂപ നിങ്ങൾ കൊടുത്തിട്ട് ആ ഫിനാൻസ് ക്ലോസ് ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ്റെ എല്ലാ ബാധ്യതകളും ഞാൻ ഫെബ്രുവരിയിൽ വന്നു. മാർച്ചിൽ ഇയർ എൻഡിന് മുമ്പായിട്ട് എനിക്കത് മൊത്തം തീർക്കാൻ പറ്റി. മാതാവിൻ്റെ ഒരു അനുഗ്രഹം മാത്രമാണത്. രണ്ടാമത് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നത് എനിക്ക് വിദേശത്ത് പോയി പഠിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ചേട്ടൻ്റെയും അത് വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് കയറി. ചേട്ടൻ്റെ മരണശേഷമായിരുന്നു ഞാൻ കയറിയത്. പള്ളിയിൽ അച്ഛനൊക്കെ സഹായിച്ച് ഞാൻ ഫ്രീ ആയിട്ടാണ് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചത്. അതിനുശേഷം അവർ പ്രോസസ്സിങ്ങും എല്ലാം സ്റ്റാർട്ട് ചെയ്തു. ജർമ്മൻ ലാംഗ്വേജ് ഞാൻ എൻ്റെ 2nd അറ്റംപ്റ്റിൽ പാസ്സായി. ആകെ ഞാൻ സ്പ്രെഷൻ ഞാൻ ഒറ്റ തവണ ഞാൻ അറ്റംപ്റ്റ് ചെയ്തുള്ളൂ. സ്പ്രെഷൻ എക്സാം എഴുതാൻ പോയ സമയത്ത് ഞാൻ മാതാവിൻ്റെ ഉടമ്പടി കാശ് രൂപം എൻ്റെ കൂടെ തന്നെ പിടിച്ച് അവർ ചോദിക്കുന്നതിനെല്ലാം ഞാൻ മറുപടി പറയുകയും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് സ്പ്രെഷൻ പാസ്സാവുകയും ചെയ്തു. ഞാൻ സ്പ്രെഷൻ പാസ്സാവുകയും ചെയ്തു. സ്പ്രെഷൻ എന്ന് പറഞ്ഞാൽ സ്പീക്കിംഗ് ആണ്, ജർമ്മനിൽ പാസ്സാവുകയും ചെയ്തു. അതിനുശേഷം എൻ്റെ പ്രോസസ്സിംഗ് ആയിരുന്നു എനിക്ക് വലിയൊരു കടമ്പയായിട്ടുണ്ടായിരുന്നത്. പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് ഇൻടേക്കിൽ എനിക്ക് പോകണം, മാർച്ച് ഏപ്രിലിൽ പോകണം. ഫെബ്രുവരി ലാസ്റ്റായിട്ടും എൻ്റെ ഇൻ്റർവ്യൂ പോലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇവിടെ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കി. എന്നിട്ട് ഞാൻ നേർച്ച വസ്തുക്കൾ ഉടമ്പടി ഉപ്പും തൈലവും പൂശി ഞാൻ എൻ്റെ പാസ്പോർട്ടിൽ പൂശി ഇവിടെ വന്ന് മാതാവിൻ്റെ അവിടെയുള്ള ഗ്രോട്ടോയിൽ ചെന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ഞാനിങ്ങനെ പറയുന്നു, എനിക്ക് എത്രയും പെട്ടെന്ന് മാർച്ച് ഏപ്രിൽ ഇൻടേക്ക് തന്നെ ഒന്ന് പോകണം മാതാവ്, എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ അത്രയും മോശമാണ്, എനിക്ക് പോയേ പറ്റത്തുള്ളൂ എന്ന് ഞാൻ കരഞ്ഞപേക്ഷിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് മാർച്ചിൽ എനിക്ക് തന്നെ അറിയില്ല, മാർച്ചിൽ എല്ലാ വ്യാഴാഴ്ച എനിക്ക് ഓരോ അപ്ഡേറ്റ്സ് വഴിയാണ് വന്നത്. ഫസ്റ്റ് വ്യാഴാഴ്ച ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് വന്നു. സെക്കൻഡ് വ്യാഴാഴ്ച ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി. കോൺട്രാക്റ്റ് വന്നു, വിസയ്ക്ക് വെച്ചു. ഈ ആഴ്ച എനിക്ക് എൻ്റെ വിസ കിട്ടി. ഞാൻ ഈ ആഴ്ച ജർമ്മനിയിലേക്ക് പോവാണ്. ഇത് എൻ്റെ ഒരു കഴിവുകൊണ്ട് ഞാൻ നേടിയതല്ല, എനിക്ക് എൻ്റെ അമ്മ മാതാവ് തന്ന അനുഗ്രഹമാണിത്. കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്നത് എല്ലാ മാസവും ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ പാവപ്പെട്ട എല്ലാവർക്കും ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പൊതിച്ചോറ് ഞാൻ പൊതിഞ്ഞ് കെട്ടി വഴിയോരങ്ങളിലും
ഹോസ്പിറ്റൽസിൽ ഞാൻ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഇവിടുന്ന് പത്രക്കെട്ട് വാങ്ങിക്കൊണ്ട് പോയി അതിൽ വചനം എഴുതി ഉടമ്പടി തൈലം പൂശി ഞാനിങ്ങനെ പറയും, മാതാവേ അർഹതപ്പെട്ടവർക്ക് ഇത് അവരുടെ കൈകളിൽ എത്തിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാവർക്കും കൊണ്ടുപോയി ഞാൻ പത്രം കൊടുക്കുമായിരുന്നു. അതിൽ ദൈവവചനം എഴുതി ഞാൻ കൊടുക്കുമായിരുന്നു. പിന്നെ ബൈബിള് ഞാൻ നല്ല രീതിയിൽ ബൈബിള് വായിക്കും. എനിക്ക് സ്പാർക്ക് ചെയ്യുന്ന എല്ലാ വചനങ്ങളും ഞാൻ ബുക്കിൽ എഴുതി വെച്ചിട്ട് എല്ലാ ദിവസവും ബൈബിള് വായിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ വായിച്ച വചനങ്ങളും ഞാൻ ഏറ്റുപറയുകയും അത് പഠിക്കുകയും ഞാൻ ചെയ്യുമായിരുന്നു. ഞാൻ എല്ലാ ദിവസവും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കാണുകയും ഞാനത് ഷെയർ ചെയ്യുകയും ചെയ്യും. എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഈ പ്രോസസ്സിങ് എല്ലാം ജർമ്മൻ പ്രോസസ്സിങ് തന്നെ നല്ല ലാഗ്. ഞാൻ എല്ലാവരുടെ അടുത്തും പറയും, അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കാണുക, ഉടമ്പടി ധ്യാനം കാണുക, നിങ്ങൾക്കതിൽ നിന്ന് അനുഗ്രഹം ഉണ്ടാവും. ഞാൻ എല്ലാ ദിവസവും അത് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുകയും സ്റ്റാറ്റസ് ഇടുകയും എല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ 2-3 പേരെ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ ഞാനിങ്ങനെ എനിക്ക് മൈഗ്രെയിൻ്റെ അസുഖം ഉണ്ടായി. ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. രോഗസൗഖ്യ ശുശ്രൂഷയിൽ ഞാൻ പങ്കെടുത്ത് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഇന്നേ വരെ ആ മൈഗ്രെയിൻ എനിക്ക് ഉണ്ടായിട്ടേ ഇല്ല. ജോബിൻ്റെ പുസ്തകം 19-ാം അധ്യായം 25-26 തിരുവചനങ്ങൾ. എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്നെന്നും അവസാനം അവിടുന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ചർമ്മം അഴുകി ഇല്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും. രഹ്ന ജോളി എന്ന ഈ മകൾ കുടുംബവും ജീവിതവും വലിയ ദുരന്തത്തിൽ അകപ്പെടുമ്പോഴാണ് പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ എത്തിച്ചേരുന്നത്. മകൾ പറഞ്ഞു, സഹോദരൻ്റെ ആകസ്മികമായ അപകട മരണം, അതിനു മുൻപേയുള്ള പിതാവിൻ്റെ മരണം, സഹോദരൻ്റെ മരണത്തോടുകൂടി വന്ന വലിയ ബാധ്യതകൾ, സാമ്പത്തിക ബാധ്യതകൾ, അത് തിരികെ വീട്ടുവാനാവാത്ത ജീവിത സാഹചര്യങ്ങൾ, ഒത്തിരി ഫിനാൻസുകാരെ വീട്ടിൽ വന്ന് വല്ലാതെ ബുദ്ധിമുട്ടിച്ച് ഞെരുക്കുന്ന കുടുംബത്തിൻ്റെ അവസ്ഥകൾ, സഹോദരൻ്റെ നഷ്ടവും സാമ്പത്തികമായ ഞെരുക്കവും മറ്റുള്ളവരുടെ ശല്യവും എല്ലാം കൂടി ഭയങ്കരമായി ദുരിതപൂർണമായി ജീവിതം മാറുകയും ഏറെ നിരാശയോടുകൂടി ജീവിതം മുന്നോട്ട് പോകുവാനാവാത്ത അവസ്ഥ എത്തുമ്പോഴാണ് മറ്റൊരു വ്യക്തി പറഞ്ഞതിന് പ്രകാരം അമ്മ മാതാവിൻ്റെ തിരുനടയിലേക്ക് കണ്ണീരോടുകൂടി അണയുന്നത്. അമ്മയുടെ ഉടമ്പടി എടുത്തു തുടങ്ങിയ ദിവസം മുതൽ മകൾക്ക് ലഭിച്ച ആദ്യത്തെ അനുഗ്രഹം അതൊരു ആത്മധൈര്യമാണ്. ജീവിക്കണമെന്ന ആത്മധൈര്യം, ജീവിതത്തിൻ്റെ ഓരോ തകർച്ചയും ദുരന്തവും മാറും വിധം പ്രയത്നിക്കണമെന്ന ആത്മധൈര്യം, അതിന് എൻ്റെ കൃപാസന മാതാവും ഈശോയും എന്നെ സഹായിക്കും എന്നൊരു ബോധ്യവും, അതിനാണ് ഉടമ്പടി ജീവിതം തുടങ്ങുന്നത്. മകൾ പറയുന്നുണ്ട്, ഉടമ്പടി എടുത്ത് ഏതാണ്ട് ഒരു 1.5 മാസം കഴിയുമ്പോൾ തന്നെ ഓരോ കാര്യവും കുടുംബം ഞാനും അമ്മയും അറിയാതെ തന്നെ ഓരോന്നും എനിക്ക് ഈശോ അമ്മ മാതാവിലൂടെ ക്രമീകരിച്ചു തന്നു. അതിന് 2-3 സൂചനകളാണ് മകൾ പറഞ്ഞത്. ആദ്യത്തെ ഒരു കാറുമായി ബന്ധപ്പെട്ട ബാങ്കുകാർ പറഞ്ഞു 3.5 അടക്കാനുണ്ട്, 1.5 കൊടുത്താൽ മതി. വീണ്ടും അതടക്കുവാൻ വേണ്ടി യാതൊരു വിഷമിച്ച് പണം തേടിക്കൊണ്ടിരിക്കുമ്പോൾ തലേദിവസം വിളിച്ച് പറയുന്നു, അതിൻ്റെ ഫോട്ടോയും ഇട്ടതാ, ഒന്നുകൂടെ നോക്കട്ടെ. എന്നിട്ട് 20,000 രൂപ കൂടെ കുറച്ച് 1.30 വാഹനം, റെൻ്റേക്കാർ ബിസിനസ്സിൻ്റെ ഒരു വാഹനത്തിന് ഇടപാട് തീർക്കുന്നു. മറ്റൊന്ന് സഹോദരൻ്റെ കൂട്ടുകാരൻ തന്നെ എടുത്ത് അതിൻ്റെ പണം കൊടുത്ത് മറ്റൊരു ബാധ്യത തീർക്കുന്നു. അങ്ങനെ 5-6 കാറുകൾ ഉള്ളത് ഓരോന്നും അമ്മ മാതാവ് ഇങ്ങനെ നിമിഷ നേരങ്ങൾ കൊണ്ട് ഓരോ കാര്യവും നിവർത്തിച്ചു കൊടുത്തു. കുടുംബം വലിയ രീതിയിൽ ഈ കടബാധ്യതകളൊക്കെ എന്ത് ചെയ്യുമെന്നറിയാതെ വിഷമിച്ചത് മകൾ പറയുന്നുണ്ട്. ഫെബ്രുവരി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. മാർച്ച് 31 മുമ്പ് എല്ലാ ബാധ്യതകളും ഈ വാഹനങ്ങളുമായി ബന്ധപ്പെട്ടത് അമ്മ മാതാവ് നീക്കി തന്നുവെന്ന്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, ഭാരങ്ങൾ ലഘൂകരിക്കുന്ന അമ്മ, ഏതൊരു ക്ലേശത്തിലും കണ്ണീരോടുകൂടി അമ്മയുടെ കരങ്ങളിലേക്ക് ജീവിതം കൊടുക്കുവാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ളത് നിവർത്തിച്ചു തരുവാൻ കൂടെ നിന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അതാണ് മകനുടെ ആദ്യത്തെ സാക്ഷ്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തത് സഹോദരൻ ഉള്ളപ്പോൾ പറഞ്ഞതാണ്, മോളെ നീ വിദേശത്ത് പോയി പഠിച്ച് ജോലി ചെയ്താലേ നമ്മുടെ കുടുംബം രക്ഷപ്പെടൂ. അങ്ങനെയാണ് മകളെ പഠനത്തിന് വേണ്ടി ആദ്യം IELTS വേണ്ടി കൂടെ ചേർത്തതിൻ്റെ ഒരാഴ്ച കഴിയുമ്പോഴാണ് അപകടത്തിൽ സഹോദരൻ മരിക്കുന്നത്. പിന്നീട് അതിൻ്റെ ട്രോമയും വിഷമങ്ങളും സാമ്പത്തിക ബാധ്യതകളും ഒക്കെയായി അങ്ങനെ മുന്നോട്ട് പോയി. എങ്കിലും സഹോദരൻ്റെ ആ വാക്ക് ഉള്ളിൽ തീയായി കിടക്കുന്നത് കൊണ്ട് മകളെ 2 മാസത്തിനുള്ളിൽ തന്നെ വീണ്ടും പോയി ജർമ്മൻ പഠനത്തിന് ചേരുന്നു. ചിലരൊക്കെ അതിന് സഹായിക്കുന്നു. ആ പഠനം മകൾ പറയുന്നുണ്ട്, ഏറെ ക്ലേശകരമായ പഠനം, ഒത്തിരി പേർ പലതവണ പരീക്ഷ എഴുതി പരാജയപ്പെടുന്നൊരു പഠനം.
ഞാനവിടെ പഠിക്കുവാൻ തുടങ്ങിയ നാൾ മുതൽ അമ്മ മാതാവിൻ്റെ നിരന്തരമായ സാന്നിധ്യവും സംരക്ഷണവും അനുഭവിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വായിക്കുന്നതും ഞാൻ കേൾക്കുന്നതും ഞാൻ എഴുതുന്നതും അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. എൻ്റെ കഴിവ് കൊണ്ടല്ല, ലാംഗ്വേജിലുള്ള എൻ്റെ പ്രാവീണ്യം കൊണ്ടുമല്ല, മറിച്ച് അമ്മ മാതാവ് ഈശോയുടെ കൃപയാൽ എന്നെ സഹായിച്ചു കൊണ്ടിരുന്നതാണ്. അതാണ് മകള് ആ പരീക്ഷകൾ ആദ്യത്തെ തവണ തന്നെ എല്ലാം എഴുതി വേഗം വിജയിക്കുവാൻ ഏറെ പ്രയാസമുണ്ടായിരുന്ന സ്പീക്കിങ്, അത് കൂടെയുള്ള വ്യക്തി കൂടി നന്നായി പറഞ്ഞാലേ വിജയിക്കുകയുള്ളൂ. മകൾ പറയുന്നുണ്ട്, ആ വ്യക്തി പലപ്പോഴും പറയുന്നതിൽ പോരായ്മ ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് നന്നായി സംസാരിക്കുവാൻ ആ അവസരങ്ങളൊക്കെ അമ്മ ഒരുക്കി തന്നു. എനിക്ക് യാതൊരു കുഴപ്പവുമില്ലാതെ അമ്മയുടെ കാശുരൂപം പിടിച്ച് പങ്കെടുത്ത ആ പരീക്ഷ എനിക്ക് വിജയം നൽകി എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ അവസരമൊരുക്കിയെന്ന മകൾ പറഞ്ഞ രണ്ടാമത്തെ വിഷയം അതാണ്. ഏത് കഠിനമായ പരിശ്രമത്തിലൂടെ നാം കടന്നു പോകുമ്പോഴും വിജയം അപ്രാപ്യമെന്ന് സ്വയം കരുതുമ്പോഴും നമുക്ക് വേണ്ടി വിജയം നേടിത്തരുവാൻ പറ്റും വിധം അമ്മ മാതാവ് നമ്മളെ സഹായിക്കും, നമുക്ക് സന്ദേശം നൽകും, നമുക്ക് ആത്മധൈര്യം നൽകി ഭയപ്പാടുകളിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കും. മൂന്നാമത്തത് മകൾ സൂചിപ്പിച്ചത് അതിൻ്റെ പ്രോസസ്സാണ്, വിദേശത്ത് പോകുവാനുള്ളത്. ആദ്യത്തെ ഒരു ഏജൻസിക്ക് കൊടുത്തു, പണം ഉൾപ്പെടെ അത് നഷ്ടപ്പെടുന്ന അവസ്ഥയെത്തി, അത് കാര്യം മുന്നോട്ട് പോയില്ല. രണ്ടാമത് മറ്റൊരു ഏജൻസിക്ക് കൊടുത്തു. ഈ ഫെബ്രുവരി വരെ യാതൊരു തീരുമാനവും ഉണ്ടായില്ല. അപ്പോഴാണ് മകള് അല്പമൊന്ന് ഉഴപ്പിയ ഉടമ്പടി ഇവിടെ വന്ന് വീണ്ടും ഒന്ന് പുതുക്കുന്നത്. മകൾ ഉടമ്പടി പുതുക്കിപ്പോയ ദിവസം മുതൽ എല്ലാ വ്യാഴാഴ്ചയിലും മകൾക്ക് ഓരോ അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ വ്യാഴാഴ്ച കഴിയും തോറും ഓരോരോ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അവസാനത്തെ ഉടമ്പടി ധ്യാനം കൂടി കഴിയുമ്പോൾ മകൾ അറിയുകയാണ് മകളുടെ വിസ അടിച്ചുവെന്ന്. പ്രിയമുള്ളവരെ, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ എത്ര കണ്ട് നമുക്ക് അസാധ്യമെന്ന് കരുതുന്ന ഒരു വിഷയത്തെയും മകൾ മാർച്ച് ഏപ്രിൽ ഇൻടേക്കിൽ ജർമ്മനിയിലേക്ക് പോകണമെന്നാണ് മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത്. ആ മാർച്ച് ഏപ്രിലിൽ തന്നെ എല്ലാ കാര്യവും ക്രമീകരിച്ച് ഈ ദിവസങ്ങളിൽ വിദേശത്ത് പോകുവാനുള്ള വഴികൾ തുറന്നു കൊടുക്കുന്നു. നമ്മുടെ ജീവിതം അമ്മയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായി വിട്ടുകൊടുക്കുമ്പോൾ ഒരു നിയോഗം അമ്മയെ ഏൽപ്പിച്ചോ, അമ്മ അതുമായി നമ്മുടെ കൂടെ നടക്കും. അതുകൊണ്ട് ഉടമ്പടി നമ്മൾ വിശ്വസ്തയോടെ ജപിക്കുക. നിയോഗങ്ങൾ അമ്മ നമുക്ക് അനുകൂലമായ സമയത്ത്, നമുക്ക് കൂടുതൽ നന്മ വരുന്ന സമയത്ത് നമുക്ക് വേണ്ടി അനുവദിച്ചു തരുവാൻ ഒട്ടും അമാന്തിക്കാതെ നമുക്ക് ഏറ്റവും വലിയ ബലമായി, ഏറ്റവും വലിയ വെളിച്ചമായി, ഏറ്റവും വലിയ കരുതലായി കൂടെ ഉണ്ടാവും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ നമ്മളോട് പങ്കുവച്ചത്. സങ്കടക്കടലിൽ നിന്ന് സന്തോഷക്കരയിലേക്ക് ഈ മകളെയും കുടുംബത്തെയും കൈപിടിച്ച് നടത്തിയ കൃപാസന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കും. கிருபாசன மாதாவுக்கும் இறையேசுவுக்கும் கோடான கோடி நன்றி. என்னுடைய பெயர் ஜெயசீலன். இதனுடைய மனைவி ஜோசபின் கிறிஸ்டி, மகள் ஜனனி, மகன் ஜெசிலின் ஜோ. நான் வர்றது பாலக்காடு மாவட்டம் சுல்தான்பேட்டை மறை மாவட்டம் கொளமடச்சல்லை பகுதியிலிருந்து வர்றேன். நான் உடன்படிக்கை எடுக்க வந்த காரணம், உடன்படிக்கை எடுத்த தேதி 13/12/2022. உடன்படி எடுக்க வேண்டிய காரணம், ஒரு இடம் வாங்குறதுக்கு போயிருந்தேன். அன்றைக்கி இடம் வாங்குற அன்றைக்கி வெறும் 4000 ரூபா பணம் கையில் இருந்துச்சு. இடம் வாங்கின தொகை 55 லட்சம். இந்த 55 லட்சமும் எக்ரிமெண்ட் போட்டதுக்கப்புறம் எப்படியும் எடுக்கணும் அப்படிங்கிறதுல எக்ரிமெண்ட்லேயே விற்கலாம்ங்கிற நிலைமையில் வாங்கி அதை விற்க முடியாமல் போச்சு. கடனை வாங்கி 55 லட்சம் கடன் இருந்துச்சு. அந்த கடன் திரும்ப கூடிகிட்டே போச்சு. என்ன பண்ணுறதுங்கிற ஒரு வழி இல்லாத நிலையில் இருக்கிற போது ஒரு சாவு வீட்டில் வச்சு ஒருத்தர் கல்ற தோட்டத்தில் வச்சு சொன்னார், இப்படி கிருபாசனம் போனீங்கன்னா இப்படி காலையில் மாலையில் ஜெபம் பண்ணுறது, மெழுகுதிரி பற்றி வச்சு உடன்படிக்கை எடுக்கிறது, இந்த காரியங்களையெல்லாம் கொஞ்சம் சொன்னார். ஏற்கனவே 1-2 பேர் பேப்பர் கொடுத்து இது சொன்னதையும் நான் கண்டுக்காமையே நடந்துகிட்டு இருந்தேன். இருந்தாலும் இந்த இவர் சொன்னதுக்கப்புறம் யூடியூப்பில் பார்க்க போது நிறைய சாட்சியங்களை பார்க்க நேர்ந்தது. அந்த சாட்சியங்களை பார்க்குற போது இப்படியெல்லாம் நடக்குமா அப்படின்னு எனக்கு என்னோடய மனசுக்குள்ள ஒரு இது வந்துச்சு. சரி போய் தான் பார்க்கலாம் அப்படிங்கிற இதில் ஒரு இந்த டேட்டில் இங்கே கோயிலுக்கு உடன்படிக்கை எடுத்தோம். உடன்படிக்கை எடுத்து ஒரு வாரம் வந்துட்டு போனோம். மறுபடி 2 முறை வர்றபோது இங்கே சும்மாவை தான் வந்துட்டு போனோம், ப்ரேயர் பண்ணிட்டு போனோம். ஒரு தடவை வர்றபோது இப்போ ஃபாதரோட ஜோசப்பச்சனோட தியானம் நடந்துட்டு இருந்துச்சு. இங்கே அந்த தியானத்தை கேட்டபோது பரவாயில்லையே, ஞாயிற்றுக்கிழமை செவ்வாய்க்கிழமை யூடியூப்பில் போடுற தியானம் இங்கே நேராகவே நடக்குது, ஞாயிற்றுக்கிழமை வந்து அங்கே பார்க்கலாம் அப்படிங்கிற இதில் தொடர்ச்சியாக ஒரு 7 வாரம் எல்லா ஞாயிற்றுக்கிழமையும் இங்கே வந்தோம். எங்கள் வீட்டுக்கும் இங்கேக்கும் 200 கிலோமீட்டர் தூரம் இருக்குது.
வர்றக்கு 200 கிலோமீட்டர், போகிறக்கு 200 கிலோமீட்டர். அப்போ எல்லா 7 வாரமும் இங்கே தியானம் தவறாமல் வந்து கலந்துக்கிட்டோம். கொஞ்சம் கொஞ்சமாக மாற தொடங்குச்சு. என்னுடைய கடன் கொஞ்சம் கொஞ்சமாக குறைய தொடங்குச்சு. இது கூட எனக்கு விவசாயம் இருக்குது, மாட்டு வியாபாரம் இருக்குது. இதுக்கு முன்னாடி பார்த்திங்கன்னா மாடு செத்து போயிடும், இல்லை கண்ணூட்டி சுகமில்லாமல் ஆகும், மாடு விற்காது. இந்த மண்ணை மிதிச்சதுக்கப்புறம் ஒவ்வொரு நாளும் வளர்ச்சியாக இருந்துச்சு. அதுக்கப்புறம் கொஞ்சம் கொஞ்சமாக கடன் குறைய தொடங்குச்சு. இந்த இடம் விற்குங்கிற நம்பிக்கையோடு இருந்தோம். அப்போ ஒவ்வொருத்தட்டையும் சொல்லுவேன், நான் 55 லட்சம் இல்லை 55 கோடி இருந்தாலும் எனக்கு பயம் இல்லை. நான் கிருபாசனத்தில் உடன்படிக்கை எடுத்திருக்கிறேன் அப்படிங்கிற தைரியம் வந்துச்சு. அதுக்கப்புறம் 18 மாதம் கழிஞ்சு இந்த இடம் நான் என்ன வேலை சொன்னால் அந்த வேலைக்கே விற்கவும் செஞ்சது. அந்த இடம் விற்கிறதுக்கு முன்னாடி மாதாவிட்ட நேர்ந்துட்டு போயிருந்தேன். இந்த இடம் நல்ல முறையில் விற்றுருச்சுன்னா மாதாவுக்கு ஒரு தொகையை கொண்டு வந்து நான் கொடுக்கறேன்னு அதை கொடுத்துட்டும் போனேன். இது இடம் விற்கிறதுக்கு முன்னாடி விற்காமல் இருந்ததுனால ஒவ்வொரு தடவையும் அந்த தோட்டத்துக்கு போகிற போது போய் உப்பு போட்டு வருவோம். விசுவாச பிரமாணம் சொல்லி நானும் மகளும் போய் உப்பு போட்டு ஜெபம் பண்ணிட்டு வந்துட்டு இருப்போம். அப்படி இது கொஞ்ச நாள் கழிஞ்சதுக்கப்புறம் இந்த இடம் விற்கவும் செஞ்சது. இதில் என்ன இதுன்னா, பணம் இல்லாத கடனை வாங்கி ஒரு சமயத்தில் பெட்ரோல் அடிக்கிறதுக்கு கூட காசு இல்லை. லோக்கலில் பெட்ரோல் விற்கிறவங்கள்ட்ட ஒரு தடவை 2 தடவை கடனை அடித்தாச்சு. மறுபடி கேட்குறக்கு கஷ்டம், வேறு வழி இல்லை. மண்ணெண்ணெய் எடுத்து ஒரு பாட்டில் வச்சு வண்டியில் வச்சுக்குவேன். பெட்ரோல் தீர்ந்துச்சுன்னா அங்கேருந்து மண்ணெண்ணெய் ஊற்றி வந்துக்கலாம் வீட்டுக்கு வர்றதுக்குங்க. அந்த மாதிரி நிலைமையில் தான் நான் இருந்தேன். ஆனால் இந்த 55 லட்ச ரூபாயை கடனையும் கட்டி மறுபடி வியாபாரம் நல்லா நடந்துச்சு. அதுக்கு அடுத்ததாக இந்த இடம் விற்று மாதாவை கொடுக்க வேண்டியதை கொடுத்துமாச்சு. மறுபடியும் இந்த இடம் விற்று முடித்தா மதி, நமக்கு நீ ஒன்றும் வேண்டாம், கடன் இல்லாமல் இருந்தால் மதி. ஏற்கனவே நிறைய நிலமெல்லாம் இருக்குது, கடன் இல்லாமல் இருந்தால் மதிங்கிற ஒரு நிலைமையில் இருக்கும்போது மறுபடி கொஞ்சம் பணம் மிச்சம் இருந்ததுனால திரும்ப கொஞ்சம் இடம் வாங்கலான்னு சொன்னாங்க. விற்றது 1.5 ஏக்கர் 55 லட்சம் கடனுக்காக. திரும்ப வாங்கினது 1 ஏக்கர் 15 சென்ட் இடமும் மாதா வாங்கறதுக்கு கிருபை பண்ணாங்க. அந்த இடத்த வாங்கினதுக்கப்புறம் சும்மா வேண்டாம், நீ கடன் வேண்டாம் அப்படின்னு இருக்கிற போது போர் போடலாம்னு சொல்லி ஒருத்தர் வந்து கூப்பிடுறாரு. போர் வேண்டாம்னு சொன்னால், இல்லை நீங்கள் வாங்க, பணமெல்லாம் அப்புறம் தந்தால் மதி அப்படின்னு சொல்லி போர் ஓட்டி 1 ஏக்கர் 15 சென்ட் இடத்துல போர் ஓட்டி 545 அடியில் தண்ணி வந்ததை பார்த்தா ஒரு 15 ஏக்கர் பாய்க்கலாம், அவ்வளோ தண்ணி இருக்குது அந்த போரில். அப்போ ஒவ்வொருத்தரும் கேட்பாங்க, உங்களுக்கு மாத்திரம் இப்படியெல்லாம் கிடைக்குதுன்னா, நாங்கள் கிருபாசனம் போயிட்டுருக்கிறோம், கிருபாசனம் மாதா கொடுத்ததா இது எல்லாம் அப்படின்னு சொல்லுவோம். அடுத்ததாக 2வது என்னுடைய கிடைச்ச இது பண்ணால், குடும்பத்தில் சமாதானம் இல்லாமல் இருந்தோம். ஒவ்வொரு நாளும் சண்டை வரும். ஏன் வருது என்னான்னு தெரியாது. சாப்பிட்ற போகிற போது தான் சண்டை வரும். இந்த கிருபாசனம் வந்ததுக்கப்புறம், அதுக்கு முன்னாடி பார்த்தீங்க அப்படின்னா ஈஸ்டர் கிறிஸ்மஸுக்கெல்லாம் எங்கள் வீட்டில் கஞ்சி வைப்பாங்க. நானும் என் பையனை கடையில் சாப்பாடு வச்சு சாப்பிடுவோம். அந்த மாதிரி ஒரு நிலைமையில் இருந்தோம். ஆனால் அது கிருபாசனம் வந்ததுக்கப்புறம் அதுவும் மாறி போச்சு. 3வதாக என்னோடய மகன் வந்து எம்டெக் முடிச்சிருக்கா. எம்டெக் முடித்ததில் மேத்ஸில் ஃபெயில் ஆகியிருந்தா. அது எழுத மாட்டேன்னு சொல்லிகிட்டு இருந்தா. அப்புறம் உப்பெல்லாம் போட்டு தண்ணி கொடுத்து சரி போ எழுது அப்படின்னு சொல்லி போகிறப்ப நெற்றியில் தைலம் பூசி கிருபாசன மாதாவோட உடன்படிக்கை காசி ரூபம் கொடுத்து விட்டோம். எக்ஸாம் எழுதி நல்ல மார்க்கோட நல்ல மதிப்பெண்ணோட பாஸ் ஆகிருக்கிறான். அடுத்ததாக வந்து இந்த 26/12/2024 ஒரு மாத்திரையை மாற்றி சாப்பிட்டதுனால, கேஸ்ட்ரிக் மாத்திரையை சாப்பிட்டதுனால எனக்கு திடீர்னு அலர்ஜி ஆச்சு. அலர்ஜி வந்து வாமிட்டு, லூஸ் மோஷன் எல்லாம் ஆகி உடம்பெல்லாம் தடிச்சிருச்சு. ஹாஸ்பிட்டலில் போய் டாக்டர் பார்த்து இன்ஜெக்ஷன் போட்டு எல்லாம் பண்ணி ரெடி ஆகிடுச்சு, போங்கன்னு வீட்டுக்கு அனுப்புனார். வீட்டுக்கு வர்றதுக்கு வெளியில் வந்து காரை ஏறும்போது திடீர்னு மறுபடி குழஞ்சி போய் விழுந்துட்டேன். விழுந்ததுக்கப்புறம் என்ன நடந்ததுன்னு எனக்கு தெரியாது. தூக்கிட்டு போய் தான் பெட்டில் போட்டிருக்குறாங்க. பல்ஸ் எல்லாம் குறைஞ்சி போயிடுச்சு. உடனே எங்கள் மனைவிகிட்ட உடன்படி தைலமும் உப்பும் கையிலேயே இருந்துச்சு. அதை அப்போவே வச்சு ஜெபம் பண்ணதுனால அப்போ ஒரு 3 மணி நேரம் ட்ரீட்மெண்ட்டெல்லாம் கொடுத்து அந்த 3 மணி நேரத்துலேயே மறுபடியும் ரெடியாகி மறுபடியும் நல்ல முறையாக நடந்து வந்தேன். இதெல்லாம் எனக்கு மாதா கொடுத்த கிருபை. அடுத்ததாக காருண்ய பிரவர்த்தனம்னு சொல்லி சொன்னால், சனிக்கிழமைகளில் உபவாசம் வெள்ளிக்கிழமைகளில் சனிக்கிழமை உபவாசம் இருப்போம். வெள்ளிக்கிழமையில் நானும் என் பொண்ணும் போய் முடியாதவங்களுக்கு சாப்பாடு வீட்டில் போய் கொடுத்துட்டு வருவோம். ஒரு கொஞ்சம் பேருக்கு. மறுபடி 2 ஓல்டேஜ் ஹோம் இருக்குது. அந்த 2 ஓல்டேஜ் ஹோமுக்கும் மாதம் எங்களால் முடிஞ்ச அளவுக்கு காய்கறிகள்
பணமாக கொடுக்க மாட்டேன். காய்கறிகள் எவ்வளோ வாங்கி கொடுக்க முடியுமோ அவங்களுக்கு தேவையான அளவுக்கு 2 ஓல்டேஜ் ஹோமுக்கு ஒரு HIV பாதித்தவங்க இருக்கிற 64 பேர் இருக்கிற ஒரு இடமும், மறுபடியும் முதியோர் இல்லம்னு 64 பேர் இருக்கிற ஒரு இடத்துக்கும் காய்கறிகள் வாங்கி கொடுத்துருவோம். அதுக்கப்புறம் என்னோடய மனைவியும் மகனுமா தனியாக அவங்களும் செய்வாங்க, அவங்கள்ட்ட கொடுக்குறேன். என்னோடய பேர் ஜோஸ்பின் கிறிஸ்டி. நான் வந்து 5/10/2024 அன்னைக்கு உடன்படிக்கை எடுத்தது. உடன்படிக்கை இடத்துல வச்ச காரியம், நான் வந்து ஆன்மீகத்தில் முன்னேற்றம் அடையணுங்கிறதுக்காக உடன்படிக்கையில் வச்சுருந்தேன். அது வந்து ஆன்மீகத்தில் நிறைய வளர்ச்சியும் முன்னேற்றம் எனக்கு கிடைச்சிது. இன்னுமாக உடன்படிக்கை பொருட்கள் மூலம் எனக்கு கிடைச்ச ஆசீர்வாதங்கிறது வந்து, என்னோடய காலில் வந்து வெரிகோஸ் வெயின் இருக்குது. அது வந்து ரொம்ப நேரம் நிற்க முடியாது. குறிப்பாக ஆலயத்தில் வந்து திருப்பலிக்கு போகும்போது எல்லோரும் ஒரு கொஞ்சம் நேரம் நிற்கவும் முடியாது, உட்கார முடியாது, முட்டி போட முடியாது. அந்த நேரத்தில் வந்து என்னால் வந்து பக்தியாக ஜெபம் திருப்பலியில் பங்கெடுக்க முடியாத நிலைமை. உடன்படிக்கை தைலம் வச்ச அப்புறம் என்ற வெரிகோஸ் வெயின் வந்து அந்த நரம்பு சுரண்டது வந்து குறையில, இருந்தாலும் வலி முழுவதும் மாறிப்போச்சு. இப்போது நான் வந்து எவ்வளோ நேரம் முட்டி போடவோ நிற்கவோ உட்காரவோ எல்லாத்துக்கும் எனக்கு ரொம்ப முடியறது. அதில் வந்து எனக்கு மாதா கொடுத்த ஆசீர்வாதம். இன்னொன்று வந்து என்ற குதிங்காலில் வந்து எலும்பு வளர்ந்து கொஞ்சம் அதில் வந்து நீர் கோர்த்துருக்கிறதுனால என்னால் வந்து உட்காந்து போட்டு எணிச்சு அதிகமாக வந்து திருப்பலியில் வந்து திவ்ய நற்கரணை எடுக்க மாட்டேன். எல்லாருக்கும் முன்னாடி கால் முண்டி போகும்போது எனக்கு சில நேரம் ஒரு கஷ்டமாக இருக்கனால அதிகமாக எடுக்க மாட்டேன். அந்த பிரச்சனையில் வந்து எப்படின்னா, உடன்படிக்கை தைலமும் உப்பு தண்ணியில் போட்டு காலை குதிங்கால் அந்த இடத்துல வச்சு அது மூலம் எனக்கு நிறைய அந்த அந்த பிரச்சனை மாறிப்போச்சு. அதுக்கு முன்னாடி நான் வந்து டாக்டர்கிட்ட போய் காட்டியிருந்தேன். அவங்க சொன்னாங்க இது ஆப்ரேஷன் பண்ணினா தான் இது சரியாகும் அப்படின்னாங்க. நாங்கள் அதுக்கு போகலை. அதுக்கப்புறம் வந்து பாத உளிச்சல்னு சொல்லிட்டு ஒரு வைத்தியம் இருந்து அதுலேயும் போய் கலந்துட்டேன். அது வந்து அப்போ செய்யும்போது பயங்கரமாக வலிக்கும். ஒரு கட்டையை வச்சு உருட்டுவாங்க, பயங்கர வலிக்கும். உப்பு தண்ணி போட்டு காலில் வந்து செய்ய சொல்லுவாங்க. அதனால ஒரு வருஷமாக வாரத்துக்கு ஒரு நாள் போய் அப்படி ஒளிஞ்சிட்டு வந்தோம். அதுலேயும் எனக்கு சரியாகலை. இந்த கிருபாசனம் என்னைக்கு நாங்கள் வந்தோமோ அதிலிருந்து எந்த பிரச்சனையும் உப்பு தைலத்தின் மூலம் எனக்கு கிடைச்ச பெரிய ஆசீர்வாதம் இது. இன்னுமாக வந்து திருப்பலியில் வந்து நான் எந்த அளவுக்கு நான் வந்து பக்தியோடு இப்போ பங்கெடுக்கிறேன்னா, ஒவ்வொரு நாளும் திருப்பலியில் வந்து தாகத்தோடு கலந்துக்குவேன். திவ்ய நற்கரணை எடுக்கிறதுலையும் அதே போல் எழுந்தேற்ற நேரத்துலையும் எனக்கு இருக்கிற பயங்கர ஒரு விசுவாச நம்பிக்கை. உண்மையாலும் ஆண்டவர் அந்த இடத்துல திவ்ய நற்கரணையில் இருக்கிறாங்கங்கிறதுல அதில் ஒரு பயபக்தியோடு கலந்துக்கிறது. 2 வாரத்துக்கு ஒருக்கா பாவ சங்கத்தின் எடுக்கிறது, வாரத்துக்கு ஒரு நாள் உபவாசம் இருந்து கவர்மெண்ட் ஆஸ்பத்திரியில் போய் நோயாளிகளை பார்த்து அவங்களுக்கு என்ன ஒரு 2 பேர் அல்லது 5 பேருக்குள்ளே சாப்பாடு கொடுக்கறது, அவர்களுக்கு டீ செலவுக்கு ஏதாவது வாங்கி போக முடியாதவங்களுக்கு வாங்கி கொடுப்பேன். அப்படி யாருக்கு எது செஞ்சாலும் நான் செஞ்சது மதிங்கிற ஒரு எண்ணம் எனக்கு வராது. இன்னும் நான் வந்து அதிகமாக செஞ்சுருக்கணுங்கிற ஒரு எண்ணம் தான் எனக்கு ஒரு வழியை நான் செஞ்சது மதிங்கிறது ஒரு எண்ணம் எனக்கு வராது. அப்புறம் என்னது கிருபாசன பத்திரிக்கை கொடுக்குறதுல வந்து எனக்கு பயங்கர சந்தோஷம். எல்லாத்த விட பயங்கர சந்தோஷம் கிருபாசன பத்திரிக்கை கொடுக்குதா. ஒவ்வொருத்தர்கிட்டையும் ஓடி போய் சொல்லி மாதாவை பற்றி சொல்கிறது. மாதா மூலம் ஆண்டவர் வந்து எவ்வளவு ஒரு கல்யாணத்தில் எப்படி அன்னைக்கு நடந்ததோ அது இன்றைக்கி இந்த கிருபாசனத்தில் நடந்துட்டு இருக்குதுன்னு சொல்லி ஒவ்வொருத்தர்கிட்டையும் சொல்லி பேப்பரை கொடுக்குறது எனக்கு வந்து ரொம்ப ஒரு சந்தோஷம். அது வந்து எதுக்கு ஈடாகாதுன்னு நான் நம்புகிறேன், விசுவாசிக்கிறேன். மற்றவங்களுக்கு அது புரியுதோ தெரியாது. அதில் வந்து நிறைய சந்தோஷம். நேற்று கூட கொண்டாந்து கொடுக்குற பசி தாகம் எதுவுமே இருக்காது. எனக்கு என்னோடய குறிக்கோள் வந்து பேப்பர் குடும்ப கிருபாசன பத்திரிக்கை கொடுக்குறதா. இப்படி ஒரு ஆசீர்வாதம் இது இந்த இடத்துல இன்றைக்கி நான் வந்து குடும்பமாக நின்று சாட்சி சொல்கிறதுக்கு மாதா வந்து இந்த அருகதியை கொடுத்ததுக்கு வந்து நான் எத்தனை நன்றி சொன்னாலும் ஆண்டவருக்கும் மாதாவுக்கு நான் நன்றி சொன்னாலும் தகாது. ஏன்னா எத்தனையோ பேர் 4 பேர் இதை குடும்பமாக சாட்சி சொல்லும்போது நான் அழுது அந்த சாட்சிகளை நான் கேட்டிருக்கிறேன். என் பேர் ஜெஸ்லின் ஜோ. நான் பிஃபார்ம் ஸ்டூடெண்ட். ஏன்னா நான் இப்போ வந்து எங்கள் அப்பாவோட உடன்படிக்கையிலையும் அம்மாவோட உடன்படிக்கையிலையும் எனக்கு கிடைச்ச அனுபவங்களை பற்றி சொல்கிறேன். நான் ஒரு ஆவரேஜ் ஸ்டூடெண்ட் தான். எல்லா எக்ஸாம் அப்போவும் செமஸ்டர் எக்ஸாம் அப்போவும் ஏதோ ஒரு விதத்தில் படிக்க முடியாமல் போயிடும். ஃபுல்லாக ஒரு சிலபஸ் கூட கம்ப்ளீட் பண்ணாமல் எக்ஸாமுக்கு போகிற நிலமையில் இருக்கும். ஏதோ ஒரு விதத்தில் பாடி பெயினோ இல்லை எக்ஸாமுக்கு முன்னாடி நைட்டு கூட படிக்க முடியாமல் தூங்கிடுவேன். ஆனால் அந்த பாதி சிலபஸ் கூட படிச்சுட்டு போயிட்டு இப்போது என்னால் 7 செமஸ்டர் எழுதியிருக்கேன். 7 செமஸ்டரில் என்னால் பாஸ் ஆக முடிஞ்சது. அதுக்கான நான் உடன்படிக்கை தைலமும் உப்பும் வச்சு தான் எல்லா எக்ஸாமையும் எழுதினேன். மாதம் என் கூட இருந்ததுனால மட்டும்தான் இத்தனை சப்ஜெக்டில் என்னால் பாஸ் ஆக முடிஞ்சு. இப்போது நான் 7/12/2024 அப்போ நானும் உடன்படிக்கை எடுத்து உடன்படிக்கை காரியங்கள் நானும் முன்னாடி போயிட்டுருக்கேன்.
இத்தனையும் காரியங்கள் எனக்கு சாதிச்சு தந்த மாதாவுக்கும் இயேசுக்கும் கோடானு கோடி நன்றி. கிருபாசனம் பேப்பர் கொடுக்கறது நாங்கள் வந்துட்டு தமிழ்நாட்டுக்குள்ளே எங்கள் வீட்டிலேருந்து 100 கிலோமீட்டருக்கு அந்த பக்கம் இருக்கிற இடத்துக்கெல்லாம் தான் போய் தான் கொடுக்குறோம். சத்தியமங்கலத்தை, ஈரோடு மாவட்டம் புளியம்பட்டி, லூர்துபுரம், அதே மாதிரி திருப்பூர் மாவட்டத்தை பார்த்துக்கிட்டா அவனாசி, கோயம்புத்தூர் பக்கம் இருக்கிற கருமத்தம்பட்டி, பூமலூர், இந்த மாதிரி இடத்துக்கெல்லாம் போய் கொடுக்குறோம். வேளாங்கண்ணி போகிற போது பேப்பர் கொண்டு தான் போவோம். அதே மாதிரி திருநெல்வேலி மாவட்டம் புளியம்பட்டி போகிற போது அங்கேயும் பேப்பர் கொண்டு போவோம். நாங்கள் எங்கெல்லாம் வெளியூருக்கு போகிறோமோ அங்கெல்லாம் பேப்பர் கொண்டு போய் கொடுப்போம். இந்த மாதிரி நாங்கள் மாதாவுக்காக வேண்டி செஞ்சிட்ருக்கிறோம். அதுக்கு மாதா எங்களுக்கு எவ்வளோ செய்கிறாங்கன்னு சொல்ல முடியாது. நாங்கள் இப்போ சொன்னது குறைவு. இன்னும் எத்தனையோ செஞ்சுருக்குறாங்க. 6 கோரிக்கையில் 60, 600ன்னு கூட சொல்லலாம். அத்தனை வளர்ச்சி எங்களுடைய வளர்ச்சி. ഇത്രയും செஞ்ச മാതാവുക്കും ഇറയമകൻ യേശുവുക്കും കോടാന കോടി നന്ദി. സങ്കീർത്തനങ്ങൾ 22, 24. പീഡിതൻ്റെ കഷ്ടതകൾ അവിടുന്ന് അവഗണിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്തില്ല. തൻ്റെ മുഖം അവനിൽ നിന്ന് മറച്ചുമില്ല. അവൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് കേട്ടു. ജയശീലൻ എന്ന ഈ സഹോദരനും കുടുംബവും പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ സംരക്ഷണയിൽ ലഭിച്ച നിരവധിയായ അനുഗ്രഹങ്ങളെ സന്തോഷത്തോടും നന്ദിയോടും ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു. സഹോദരൻ പറഞ്ഞു തുടങ്ങിയത് ഒരു നിലം വാങ്ങുകയും അവിടെ കാർഷികമായ യാതൊരു മെച്ചവും ഉണ്ടാവാതിരിക്കുകയും പിന്നീട് അത് കൃഷി ചെയ്യാൻ വേണ്ടിയുള്ള പണം കണ്ടെത്തി കടം കൂടിക്കൂടി 55 ലക്ഷം രൂപ വരെ കടം എത്തിച്ചേരുകയും ചെയ്ത ഒരു ജീവിതാവസ്ഥയെക്കുറിച്ചാണ്. സഹോദരൻ പറഞ്ഞു, പെട്രോളടിക്കുവാൻ പോലും പൈസയില്ലാതെ അത്ര കണ്ട് ദാരിദ്ര്യത്തിൻ്റെ നെല്ലിപ്പലക കുടുംബത്തെ ഇങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ്, അത്രയും താഴ്ന്നു പോയപ്പോഴാണ് ഒരു സുഹൃത്ത് വഴി കൃപാസനത്തെക്കുറിച്ച് അറിയുന്നതും അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുക്കുവാനായി പ്രാർത്ഥിച്ചിവിടെ എത്തുന്നതും. കാർഷിക വൃത്തി മാറി മാടിനെ വളർത്തുവാനും വിൽക്കുവാനുമുള്ള കാര്യത്തിലേക്ക് പോയെങ്കിലും അതും അതിൽ കൂടുതൽ നഷ്ടമായി കുടുംബത്തിന് ഭവിച്ചു. അങ്ങനെ ജീവിതം മുഴുവനും തകർച്ച മാത്രം, യാതൊരു തരത്തിലും ഒരു മുന്നോട്ട് പോകുവാനാവാത്ത വിധത്തിൽ കുടുംബം വല്ലാത്ത അസ്വസ്ഥതയും സമാധാനക്കുറവും ഒക്കെ സംഭവിച്ചപ്പോഴാണ് അമ്മയുടെ തിരുനടയിലേക്ക് എത്തിച്ചേരുന്നത്. ഇവിടെ വന്നെത്തി ഉടമ്പടി എന്തെന്ന് കണ്ടുകേട്ട് മനസ്സിലാക്കി ഉടമ്പടി എടുത്തപ്പോൾ മുതൽ സഹോദരൻ ചെയ്ത ആദ്യത്തെ പ്രവൃത്തി അമ്മയുടെ തിരുനടയിൽ നടക്കുന്ന ഉടമ്പടി ധ്യാനം, അത് 7 ആഴ്ച തുടർച്ചയായി ഇവിടെ നേരിട്ട് വന്ന് പങ്കെടുക്കുവാൻ വേണ്ടി തീരുമാനിച്ചു എന്നുള്ളതാണ്. സഹോദരൻ പറഞ്ഞു, ഒരു വശത്തേക്ക് എനിക്ക് 200 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ 400 കിലോമീറ്റർ ഓരോ ആഴ്ചയിലും ഞാൻ യാത്ര ചെയ്ത് അമ്മയുടെ തിരുനടയിലെത്തി എൻ്റെ കണ്ണീരും കുടുംബത്തിൻ്റെ കടവും ജീവിതം എത്തി നിൽക്കുന്ന വലിയ പ്രതിസന്ധികളെയും കൊടുത്തുകൊണ്ട് ഞാൻ നിരന്തരം അമ്മയോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഈ നിലം വിറ്റുപോകണം, കടബാധ്യത മാറണം, കുടുംബമൊന്ന് സമാധാനത്തിലാവണം. അതായിരുന്നു സഹോദരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ. സഹോദരൻ പറയുന്നുണ്ട്, 7 ആഴ്ച തുടർച്ചയായി അമ്മയുടെ തിരുനടയിലെത്തി പോയി തുടങ്ങുമ്പോൾ എപ്പോഴൊക്കെ ഞാൻ ആ നിലത്ത് പോകുമോ ഞാനും എൻ്റെ മകളും കൂടി അവിടെ മുഴുവനും ഉപ്പ് വിതറും. ഉടമ്പടി ഉപ്പ് വിതറി വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയുടെ കരങ്ങളിൽ ആ വസ്തുവിനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ തിരികെ പോരുക. 18 ആഴ്ച കഴിയുമ്പോൾ എനിക്കുണ്ടായ അനുഭവം, അത് ആ സ്ഥലം വാങ്ങുവാനായി മറ്റൊരു വ്യക്തി വരുന്നു. അദ്ദേഹം നല്ല വിലക്ക് ആ സ്ഥലം ഏറ്റെടുക്കുന്നു. ആ സ്ഥലം ഏറ്റെടുത്ത് എനിക്ക് കടം മുഴുവനും 55 ലക്ഷവും വീട്ടുവാൻ പറ്റി. 1.5 ഏക്കർ സ്ഥലമാണ് വിറ്റത്. ആ സ്ഥലം 1.5 ഏക്കർ വിറ്റ് പോകുമ്പോൾ 55 ലക്ഷം രൂപയുടെ കടം എനിക്ക് പൂർണ്ണമായി വീട്ടുവാൻ പറ്റി. മറ്റൊരു 1.15 ഏക്കർ, 1 ഏക്കർ 15 സെൻറ്റ് സ്ഥലം, മികച്ച വിളവ് ലഭിക്കുന്നൊരു സ്ഥലം വാങ്ങുവാനായിട്ട് അമ്മ മാതാവിനെ സഹായിക്കുകയും ചെയ്തു. നമ്മുടെ ദുരിതക്കടലിൽ നാം നിബന്ധിച്ച് നാം തന്നെ ഒരു വെളിച്ചം കാണാതെ ജീവിക്കുന്ന കാലത്ത് മുഴുവനും കാർമേഘമുള്ളപ്പോൾ അമ്മയുടെ അരികിൽ ആശ്രയിക്കുമ്പോൾ ദുരന്തങ്ങൾ വരുന്നു, പ്രാർത്ഥിക്കണമെന്ന് 2004 ഡിസംബർ 7 ഈ അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ട് അമ്മ ലോകത്തോട് ജോസഫ് അച്ഛനിലൂടെ സന്ദേശം നൽകിയെങ്കിൽ ജീവിതത്തിൻ്റെ ഏതു വലിയ ദുരന്തത്തിലും ഉറച്ച വിശ്വാസത്തോടുകൂടി ഈ അമ്മയിൽ ശരണപ്പെട്ട് നിങ്ങൾക്ക് പ്രാർത്ഥന കൊടുക്കുവാനാകുമെങ്കിൽ എല്ലാ ദുരന്തങ്ങളെയും മാറ്റിത്തരുന്ന അമ്മയുടെ സാന്നിധ്യവും അമ്മയുടെ സംരക്ഷണ ശക്തിയും സമയചുരുക്കത്തിൽ ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ നമ്മളെ ബലപ്പെടുത്തുന്ന അനുഭവവും നമുക്ക് അറിയുവാൻ സാധിക്കും. അതിൻ്റെ തുടർച്ചയായ അനുഭവങ്ങളാണ് സഹോദരൻ പറഞ്ഞുകൊണ്ടിരുന്നത്.
പിന്നീട് സഹോദരി പറഞ്ഞു വെരിക്കോസിസിൻ്റെ അസുഖമുണ്ടായിരുന്നു. ഒത്തിരി ഡോക്ടർമാർ ചികിത്സിച്ചു, യാതൊരു മാറ്റവും ഉണ്ടായില്ല. അമ്മ മാതാവിൻ്റെ ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ച് വെള്ളം ധാരകോരി ഉടമ്പടി തൈലം അവിടെ പുരട്ടി കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ചു. സൗഖ്യത്തിലേക്ക് എന്നെ നയിച്ചുവെന്ന് മകൻ പറഞ്ഞു. പഠിക്കുവാൻ ഞാൻ വലിയ മെച്ചമുള്ള വ്യക്തിയൊന്നും ആയിരുന്നില്ല. എപ്പോഴും എനിക്ക് ഭയങ്കര ഭയമായിരുന്നു. ചില കാലങ്ങളിൽ എനിക്ക് പരീക്ഷ എടുക്കുമ്പോൾ എനിക്ക് ഭയപ്പാടും രോഗമായി തീരുമായിരുന്നു. അമ്മ മാതാവിൻ്റെ ഉടമ്പടി എടുത്തതിന് ശേഷം ബിഫാമിൻ്റെ 7 സെമസ്റ്റർ പരീക്ഷകളിലും അമ്മ മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപം എൻ്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് ഞാൻ ആ പരീക്ഷകൾക്ക് വേണ്ടി പങ്കെടുത്തു. അതോടൊപ്പം തന്നെ ഉടമ്പടി തൈലം നെറ്റിത്തടത്തിൽ കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് പരീക്ഷകൾക്ക് പോയത്. 7 സെമസ്റ്ററിലെ എല്ലാ വിഷയങ്ങളും വിജയിക്കുന്നതിന് എൻ്റെ അമ്മ മാതാവ് എന്നെ സഹായിച്ചുവെന്ന് വീണ്ടും ഒരു നിലത്ത് തങ്ങളുടെ പറമ്പിൽ വെള്ളം എന്ന വിഷയം പറയുന്നുണ്ട്. വെള്ളമില്ലാതെ ഏറെ ക്ലേശിച്ച നാളുകൾ, ആ നാളുകളിൽ അമ്മയുടെ ഉപ്പ് വിതറിക്കൊണ്ടും അമ്മയിൽ ശരണപ്പെട്ട് പ്രാർത്ഥിച്ചതിലൂടെയും അത്ഭുതപ്പെടും വിധം നല്ല തെളിമയുള്ള വെള്ളം കുടുംബത്തിന് ലഭിക്കുകയും അതൊത്തിരി പേർക്ക് ഉപകാരപ്പെടുകയും ചെയ്തതും സാക്ഷ്യത്തിൽ പറയുന്നുണ്ടായിരുന്നു. സഹോദരൻ പറയുന്നുണ്ട്, അമ്മ മാതാവിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിന് ഞാൻ ഒരിക്കലും മടി കാണിച്ചിട്ടില്ല, ദൂരം നോക്കിയിട്ടില്ല, കഷ്ടപ്പാടിനെക്കുറിച്ച് ഞാൻ ഒരിക്കലും ആലോചിച്ചിട്ടില്ല. 100 കിലോമീറ്റർ, 80 കിലോമീറ്റർ, 200 കിലോമീറ്റർ ഒക്കെ സഞ്ചരിച്ച് ഞാൻ കൃപാസനം അമ്മ മാതാവിൻ്റെ പത്രം കൊണ്ടുപോയി ഞാൻ കൊടുത്തുകൊണ്ട് പറയും, വിളിച്ച് പ്രാർത്ഥിക്ക്, ശരണപ്പെട്ട് ജീവിക്ക്. ഈ അമ്മ നൽകുന്ന വലിയ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുവാനാകുമെന്ന്. ചേട്ടൻ ഒത്തിരി സ്ഥലങ്ങളുടെ പേര് പറഞ്ഞു. ഓരോ പ്രദേശത്തേക്കും 3, 5, 10 കെട്ടും പത്രമായി പോയിക്കൊണ്ട് അത് വിതരണം ചെയ്തുകൊണ്ട് തൻ്റെ കുടുംബത്തിന് ലഭിച്ച, താൻ അനുഭവിച്ച കൃപാസനം മാതാവിൻ്റെ, ഉടമ്പടി മാതാവിൻ്റെ സവിശേഷമായ നന്മകളെ പറഞ്ഞു കൊടുത്ത് അതിലേക്ക് അനേകരെ ഇങ്ങോട്ട് അമ്മ മാതാവിൻ്റെ തിരുനടയിലേക്ക് പുതിയ ജീവിതത്തിന് വേണ്ടി ചേർത്ത് വയ്ക്കുവാൻ സാധിക്കുന്നതിനെയും സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ദേശമേതുമാവട്ടെ, ഭാഷ ഏതുമാവട്ടെ, അമ്മയുടെ സന്നിധിയിൽ വന്നു നിന്ന് ഒരിറ്റി കണ്ണീരോടെ ജീവിതത്തിൻ്റെ ഏത് ക്ലേശം സമർപ്പിക്കുമ്പോഴും വിശ്വാസത്തോടെ, വിശ്വസ്തയോടെ ജീവിതം നവീകരിക്കുവാൻ തയ്യാറാണോ? അമ്മ മാതാവ് ഈശോയിൽ നിന്ന് ജീവിതത്തിൻ്റെ ഏത് ദുരന്തത്തെയും എടുത്തു നീക്കി സംരക്ഷിക്കുവാൻ കൂടെയുണ്ടാവും. അതിൻ്റെ അടയാളമാണ് ഈ മക്കളുടെ വാക്കുകളിലൂടെ ഈ എൽത്താരയിൽ നമ്മൾ കേട്ടത്. ഈ കുടുംബത്തിന് ലഭിച്ച ഈ വലിയ നന്മകളെ ഓർത്ത് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. വിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് റോസ്മോൾ റൊച്ച. ഞാൻ വരുന്നൊരു തൃശ്ശൂർ ചാലക്കുടിയിൽ നിന്നാണ്, സെമ്പാളൂർ ഇടവക. ഞാനിവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഫെബ്രുവരി 6-ാം തീയതി ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 12-ാം തീയതി ഡയറക്റ്റ് വന്ന് എടുക്കുക ചെയ്തത്. എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ബുദ്ധിമുട്ട് കാരണം കൊണ്ട് പുറത്ത് പോകാമെന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത്ര പെട്ടെന്ന് പോകണ്ട, ഞാൻ ഒരു നേഴ്സാണ്, പഠിച്ചിറങ്ങിയത് ഈ കഴിഞ്ഞ ഡിസംബർ 15-ാം തീയതിയാണ്. അപ്പോഴത്തേനും എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്പോൾ ഉടനെ പോകാൻ നോക്കണ്ട, പോയി കഴിഞ്ഞാലും ശരിയാവത്തില്ല, 21 വയസ്സേ ഉള്ളൂ. അപ്പോഴത്തേനും എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇവിടെ നാട്ടിൽ നിൽക്ക്, നാട്ടിൽ നിന്ന് ഒന്ന് എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോഴത്തേനും നീ പുറത്ത് പോകുന്ന കാര്യം നോക്ക്, അപ്പം നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റില്ല, വീട്ടിലെ സാഹചര്യം കണ്ടിട്ട് എനിക്ക് ഇവിടെ നിൽക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ല, എന്തായാലും പോവാം. അങ്ങനെ ഒരു പ്ലാനിങ് ഞാൻ കൊണ്ടുവന്നു. ഞാൻ എന്നിട്ട് എല്ലാവരോടും അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ഒരു കസിൻ ഇറ്റലിയിലുണ്ട്, ആളോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു നോക്കണമെങ്കിൽ നോക്കാം, പക്ഷേ ഉറപ്പ് പറയില്ല, കാരണം 21 വയസ്സേ ഉള്ളൂ, ഇറ്റലിക്കൊക്കെ ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു 24 വയസ്സ് 26 വയസ്സ് വേണം, അല്ലാന്നുണ്ടെങ്കിൽ റിജക്റ്റ് ആവും, 100% റിജക്ഷനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡാഡിയുടെ പെങ്ങളാണ് ആദ്യം ഉടമ്പടി എടുത്തത്. അപ്പോൾ ആൾ പറഞ്ഞു, എന്തായാലും നീ പോയി നോക്ക്, ഇത്രയും കാര്യങ്ങൾ എനിക്ക് നടത്തി തന്നത് അമ്മയാണ്, അപ്പോൾ ഇതും അമ്മ തന്നെ നടത്തി തരുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അതിന് ശേഷമാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞു എന്തായാലും പേപ്പർ വർക്കിന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുത്തു. കഴിഞ്ഞ മാസമാണ് കൊടുത്തത്. അവർ പറഞ്ഞത് റെഡി ആവാണെന്നുണ്ടെങ്കിൽ 45 ദിവസം, അല്ലാന്നുണ്ടെങ്കിൽ ലാഗാവും, 45 ദിവസത്തിന് കൂടുതലാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്തായാലും രണ്ടും കൽപ്പിച്ച് കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്നുള്ള രീതിക്ക് ഞാൻ കൊടുത്തു.
ഡാഡിയും മമ്മിയും ആദ്യം തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് താല്പര്യമില്ല, നീ നാട്ടിൽ നിന്നിട്ട് പോയാൽ മതി, നഴ്സിംഗ് കഴിഞ്ഞ് ഉടനെ പുറത്തു പോകാമെന്നുള്ളത് പോസിബിൾ അല്ല എന്ന് പറഞ്ഞു. പിന്നെ നിൻ്റെ ഇഷ്ടത്തിൻ്റെ പേരിൽ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ പേപ്പർ വർക്ക് തുടങ്ങാനായിട്ട് ഒരു 30,000 രൂപ കൊടുക്കണമായിരുന്നു. ആ സമയത്ത് 10 രൂപ പോലും എടുക്കാനായിട്ട് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് കടമൊക്കെ വാങ്ങിച്ച് കൊടുത്ത് പേപ്പർ വർക്ക് ഒരു വിധായപ്പോഴത്തേനും ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ പാസ്പോർട്ട് തമിഴ്നാട് തേനിക്കമ്പം എന്ന് പറയുന്ന സ്ഥലത്തോട്ട് കൊറിയർ അയച്ചു കൊടുക്കണം. അപ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു, അറിയാത്ത സ്ഥലം, എങ്ങനെ ആർക്ക് കൊടുക്കണം, എന്ത് കൊടുക്കണം എന്നറിയില്ല. അപ്പോഴത്തേനും എൻ്റെ ബ്രദറാണ് പറഞ്ഞത്, ആൾ വഴിയാണ് ഞാൻ ഈ പേപ്പർ വർക്കും ചെയ്തത്. ആൾ പറഞ്ഞു കുഴപ്പമില്ല, സേഫാണ്, നീ കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ കൊടുക്കുന്ന ദിവസം പ്രാർത്ഥിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എത്തിച്ച് അങ്ങനെ ആ പാക്കിൽ തന്നെ ഞാൻ ഉടമ്പടി ഉപ്പും തൈലവും വെച്ച് പ്രാർത്ഥിച്ച് എൻ്റെ പാസ്പോർട്ടിൽ തൈലം വെച്ച് കുരിശും വരച്ചിട്ടാണ് ഞാൻ പാസ്പോർട്ട് അയച്ച് പിറ്റേ ദിവസം തന്നെ അവിടെ എത്തി. പേപ്പർ വർക്കിൻ്റെ ഒരു ഓൾമോസ്റ്റ് തീരാറായി. അപ്പോഴത്തേനും VFSൻ്റെ ഡേറ്റ് വന്നു. ഞാൻ അപ്പോഴും കൊല്ലത്ത് തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നൈറ്റ് കഴിഞ്ഞാൽ ഡേയിൽ ഞാൻ ഡ്യൂട്ടി ടൈമിൽ എൻ്റെ അടുത്ത് പറഞ്ഞു, 20-ാം തീയതി VFSൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്, അപ്പോൾ ചെന്നൈക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം എനിക്ക് നൈറ്റ് കയറണമായിരുന്നു. നൈറ്റ് ഇറങ്ങി ഉടനെ തന്നെ ഞാൻ അടുത്ത ട്രെയിന് വീട്ടിൽ പോയി ഒരു ദിവസം നിന്ന് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം ആയപ്പോഴത്തേനും ഞാനും ഡാഡിയും കൂടെ ചെന്നൈ പോയി അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഈ VFS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. അവിടെ ഇൻ്റർവ്യൂ പോലെയാണ്. റിജക്റ്റ് ആവാന്നുണ്ടെങ്കിൽ ഒട്ടുമിക്കത് അവിടെ നിന്ന് റിജക്റ്റ് ആവും. പിന്നെ പാസ്പോർട്ട് മാത്രമായിട്ട് നമ്മുടെ കയ്യിൽ തരും. അവിടെ നിന്നാണ് എംബസിക്ക് പാസ്പോർട്ട് പോണത് വിസ അടിക്കാനായിട്ട്. അങ്ങനെ ആകെ ടെൻഷനായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കാശി രൂപം എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ മാറ്റിയിട്ടില്ല. എൻ്റെ കഴുത്തല കൊന്തല തന്നെ ഞാൻ ഇട്ടായിരുന്നു കാശി രൂപം. പിന്നെ തൈലും ഉപ്പും കൊണ്ടാണ് ഞാൻ പോയത്. അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല, കാരണം നമ്മളുടെ ബാഗ് എല്ലാം അവിടെ നിന്ന് വാങ്ങിച്ചു വയ്ക്കും. വേറെ ടാബ് അങ്ങനത്തെ സാധനമൊക്കെ എല്ലാവരും അത് വാങ്ങിച്ചു വയ്ക്കും, എല്ലാ സാധനങ്ങളും. അപ്പോഴത്തേനും ഞാൻ എൻ്റെ ബാഗിൽ ചെറിയൊരു അറയിലായിട്ട് ഞാൻ ഉപ്പ് ഒരു പേപ്പറിൽ പൊതിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുള്ളിൽ കയറിയതിന് ശേഷം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അവരെന്ത് ചോദിക്കുമെന്നൊന്നും നമുക്കറിയില്ല. അവർ ചോദിച്ച എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറയണതിൽ വ്യത്യാസം വരികയോ അല്ലെങ്കിൽ അവർക്ക് ഡൗട്ട് വരികയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ റിജക്റ്റ് ചെയ്ത് നമ്മുടെ പാസ്പോർട്ട് അവർ തരില്ല, അവിടെ ഹോൾഡ് ചെയ്ത് വെക്കും. അങ്ങനെ ടെൻഷൻ അടിച്ച് വെയിറ്റിംഗ് ഏരിയയിൽ ടോക്കൺ എടുത്ത് വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴും ഞാൻ വിശ്വാസ പ്രമാണം എത്തിച്ച് ഉടമ്പടി ഉപ്പ് അവിടെ ഇട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ടോക്കൺ എടുത്ത് വിളിച്ച് കഴിഞ്ഞ് ഞാൻ പോണ സമയപ്പോഴത്തേനും അവിടെ ഇരുന്ന് അവർ ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണ്. എന്തിനാ പോണേ, എവിടേക്കാ, എന്തിനാ, ഇങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഒന്നാമത് നമുക്കറിയാത്ത ലാംഗ്വേജാണ് അവരവിടെ ചോദിക്കുന്നത്, തമിഴാണ്. അപ്പോഴത്തേനും വലിയ ഡീറ്റെയിൽ ആയിട്ട് തമിഴ് എനിക്കറിയില്ല. അങ്ങനെ അവർ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ബയോമെട്രിക്ക് കയറുമ്പോഴായാലും അവിടെ അവരായിട്ട് സംസാരിക്കുമ്പോഴായാലും ഞാൻ വിശ്വാസ പ്രമാണം എത്തിച്ച് ഉടമ്പടി ഉപ്പ് അവിടെ ഇട്ടതിന് ശേഷമാണ് ഞാൻ അങ്ങ് ഇറങ്ങിപ്പോകുന്നത്. ബയോമെട്രിക് കഴിഞ്ഞപ്പോഴത്തേനും അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഇതുവരെയായിട്ടും കുഴപ്പമൊന്നുമില്ല, ഒരു ആഴ്ചത്തേക്കുള്ളിൽ ഒട്ടുമിക്കതും പാസ്പോർട്ട് വരും, വിസ അടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ വരിക, പറയാൻ പറ്റില്ല, പാസ്പോർട്ട് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ 7 ദിവസം കഴിഞ്ഞു, 10 ദിവസം കഴിഞ്ഞു, പാസ്പോർട്ട് വരണില്ല. അവർ പറഞ്ഞു പാസ്പോർട്ട് പോയി കഴിഞ്ഞാലും എന്തുവാണെങ്കിലും നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് മെസ്സേജ് വരുമെന്ന് പറഞ്ഞു. പാസ്പോർട്ട് അവിടെ എത്തി, അവർ വിസ അടിച്ച് തിരിച്ചു വന്നു എന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് മെസ്സേജ് വരുമെന്ന് പറഞ്ഞു. എനിക്കൊരു മെസ്സേജ് മാത്രം വന്നത് ന്യൂ ഡൽഹിയിൽ എൻ്റെ പാസ്പോർട്ട് അവിടെ എത്തി പ്രോസസ്സിംഗ് ആണെന്ന് മാത്രമേ അവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ, എനിക്കറിയണുള്ളൂ. അങ്ങനെ ഈ മാസം 2-ാം തീയതി എൻ്റെ ഡാഡി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞങ്ങളുടെ വീട്ടിൽ 4 പേരുണ്ട്, എൻ്റെ ചേച്ചി, മമ്മി, ഡാഡി, ഞാൻ. അങ്ങനെ ഞങ്ങൾ 4 പേര് ഉടമ്പടി എടുത്തേക്കുന്നതാണ്. അങ്ങനെ ഡാഡി വന്ന് ഉടമ്പടി എടുത്തത് ഈ മാസം 2-ാം തീയതിയാണ്. ആ 2-ാം തീയതി തന്നെ എനിക്ക് പാസ്പോർട്ട് വന്നു. പാസ്പോർട്ടിൽ വിസ അടിച്ചിട്ട് വന്നു. അപ്പോഴത്തേനും എൻ്റെ ഏജൻറ്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വിളിച്ചു, പക്ഷെ ഞാൻ എടുത്തില്ല. എനിക്ക് നൈറ്റ് കഴിഞ്ഞിട്ട് വന്ന ക്ഷീണത്തിൽ ഞാൻ കിടന്നു കഴിഞ്ഞപ്പോഴത്തേനും വിളിച്ചപ്പോഴത്തേനും വേറെ ആരാന്ന് വിചാരിച്ചിട്ട് ഞാൻ കോള് കട്ട് ചെയ്ത് സൈലൻ്റാക്കി വെച്ചു. അതിൻ്റെ പിന്നാലെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും മമ്മി വിളിച്ചിട്ട് മമ്മി പറഞ്ഞു, ഡാഡി ഉടമ്പടി എടുത്തു. അത് ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്, ഇവിടെ വരുന്നെന്ന് പറഞ്ഞു, പക്ഷെ ഉടമ്പടി എടുക്കാനുള്ള പ്ലാനിങ് ഒന്നും ഡാഡിക്ക് ഉണ്ടായിരുന്നില്ല. ഡാഡി ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പോയി കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് ഉടമ്പടി എടുത്തു എന്നുള്ളത്. അങ്ങനെ ഞാൻ പറഞ്ഞു നല്ല കാര്യമെന്ന് പറഞ്ഞിട്ട് ഞാൻ കോൾ കട്ട് ചെയ്തു. അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴും വാട്സപ്പിലൊക്കെ നിറച്ചും മിസ് കോളും അതും ഇതൊക്കെ ഇട്ട് വന്ന് കിടക്കുന്നത്. അങ്ങനെ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം 1 മണിക്കൂർ മുന്നേ അവർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടേക്കുന്നു, എന്നെ അമ്മൂന്ന് വിളിക്കണേ. അപ്പോൾ അവർ പറഞ്ഞു, അമ്മു പാസ്പോർട്ട് 2 മണിക്കൂറിനുള്ളിൽ ഏജൻറ്റിൻ്റെ കയ്യിലെത്തും,
എങ്ങനെയാ എന്താണെന്ന് അറിയില്ല, നീ പ്രാർത്ഥിച്ചോ, നീ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചോ, നിനക്ക് വിധി ഉണ്ടെങ്കിൽ കിട്ടും. കാരണം ഈ ഇറ്റലിക്കുള്ള പാസ്പോർട്ട് പേപ്പർ വർക്കൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 10ൽ 2 or 3 പേർക്കോ കിട്ടിയാൽ പറയാൻ കിട്ടിയെന്ന്. അതും എനിക്ക് ഇത്രേ ഏജുള്ളൂ, 21 വയസ്സേ ഉള്ളൂ, ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു ആ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും എൻ്റെ ഉറക്കം പോയി. നൈറ്റ് ഞാൻ ലേറ്റായിട്ടാണ് വന്നത്, നൈറ്റ് കഴിഞ്ഞ് ഇറങ്ങിയത് തിരക്കായതിൻ്റെ പേരിൽ. അങ്ങനെ ഞാൻ മമ്മീനെ വിളിച്ച് പറഞ്ഞു, ഡാഡിനെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഡാഡി ട്രെയിനിൽ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തിട്ട് വരാം. ഡാഡി പറഞ്ഞു പേടിക്കണ്ട, എന്തായാലും ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ചേച്ചീനെ വിളിച്ചു. ചേച്ചി ദുബായിൽ, അവളും നേഴ്സാണ്. അവളുടെ അടുത്ത് വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവൾ പറഞ്ഞു കുഴപ്പമില്ല, ടെൻഷൻ ആവണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കോൾ വെച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അവൾ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു നീ എന്തായാലും റൂമിലില്ലേ, നീ എണീറ്റിട്ട് ഒരു 7 വട്ടം പ്രത്യക്ഷീകരണ പ്രാർത്ഥന എത്തിക്ക്, അതുപോലെ 7 വിശ്വാസ പ്രമാണം എത്തിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ആ കോള് കട്ട് ചെയ്ത് കിടക്കണോടത്ത് നിന്ന് എണീറ്റ് ഫോൺ താഴെ വെക്കില്ല. അപ്പോഴത്തേനും എനിക്ക് എൻ്റെ ഏജൻറ്റ് വിളിച്ചിട്ട് പറഞ്ഞു ചിലവുണ്ട്, പാസ്പോർട്ടിൽ വിസ അടിച്ചിട്ടുണ്ട് കേട്ടാന്ന് പറഞ്ഞു. അങ്ങനെ വിസ അടിച്ചിട്ടുണ്ട്. പക്ഷേ വിസ അടിച്ച് കഴിയുമ്പോഴത്തേനും ആയാലും എന്തുവാണെങ്കിലും നമ്മുടെ കയ്യിൽ പൈസ വേണം. പൈസ ഇല്ല. പൈസ എന്ത് ചെയ്യും? കാരണം വീട്ടിലെ സിറ്റുവേഷൻ കാരണം കൊണ്ട് ഒരു 10 രൂപ പോലും എടുക്കാനില്ലാത്ത സമയം. എല്ലാവരോടും ചോദിച്ചു, കിട്ടാനൊരു വഴിയില്ല. അവസാനം അറിയാത്തവർ കിട്ടാൻ വഴിയില്ല എന്ന് പറഞ്ഞ ആ സ്ഥലത്തു നിന്ന് തന്നെ ഞങ്ങൾക്ക് പൈസ എല്ലാം റെഡിയായി. ഇതെൻ്റെ ടിക്കറ്റാണ്. ഞാൻ ഇന്നലെ എടുത്ത ടിക്കറ്റ് ഞാൻ അടുത്ത ആഴ്ച, അതായത് ദുഃഖ വെള്ളിയാഴ്ച വെളുപ്പിന് എൻ്റെ ഫ്ലൈറ്റാണ്. ഞാൻ ഇറ്റലിക്ക് പോവുക. അത് ഈ ടിക്കറ്റ് എൻ്റെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ മാതാവ് എനിക്ക് തന്ന അനുഗ്രഹം. അതുപോലെ തന്നെ VFS പോയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ സഞ്ചാരി മാതാവായിട്ട് എൻ്റെ കൂടെ വരണേന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, കിട്ടണമെങ്കിൽ കിട്ടട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. കിട്ടിയില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. ആകെയുള്ള സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ട് പോയതാണ്. VFS പോയപ്പോഴത്തേനും നമ്മുടെ കയ്യിൽ അവർ പറയാത്ത എമൗണ്ടാണ് നമ്മുടെ കയ്യിൽ നിന്ന് പോയത്. 10-12,000 രൂപ പോയി. അത് നമ്മളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഇത്രയും ചിലവാക്കിയിട്ട് പോയി, അവിടെ അത്രയും പൈസ കൊടുക്കുകയും ചെയ്തു. ഇനി കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാനത് ഓർത്ത് കരയേണ്ടി വരും. കാരണം 10 രൂപ എടുക്കാനില്ല എൻ്റെ കയ്യിൽ നിന്നല്ല, ആരുടെ കയ്യിലും ഇല്ല. അതിന് മുന്നേ എൻ്റെ ചേച്ചിയുടെ ഒരു സർജറി കഴിഞ്ഞിട്ട് അവൾ പോയുള്ളൂ. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടെല്ലാം കൊണ്ട് ആയിട്ടിരിക്കുക. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് വിധിച്ചിട്ടുണ്ട്, എനിക്ക് യോഗ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ നീ എനിക്ക് തരിക, അല്ലാന്നുണ്ടെങ്കിൽ നീ എടുത്ത് കളഞ്ഞോ. പക്ഷേ ഞാൻ എന്താണെന്നും എൻ്റെ അവസ്ഥ എന്താണെന്നും നിനക്കറിയാം. അപ്പം നീ തീരുമാനിക്ക്, ഞാൻ പോണോ വേണ്ടയോ എന്നുള്ളത്. ആരെയും പറ്റിക്കാനോ പെടുത്താനോ അല്ല പോണേ, ജീവിക്കാൻ വേണ്ടി ഒരു വഴി തേടി പോവുക. നീ തീരുമാനിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് വിസ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവർ പറഞ്ഞു പെട്ടെന്ന് ടിക്കറ്റ് എടുക്കണം, അതിനുള്ള പൈസ ഇല്ല. ഇന്നലെ ഈ ടിക്കറ്റ് എടുത്ത പാട് എനിക്ക് ഒരു വഴിയില്ല. ആകെ സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വെച്ച പൈസ എടുത്തിട്ടാണ് ഈ ടിക്കറ്റിന് അഡ്വാൻസ് വരെയും കൊടുത്തത്. അപ്പോഴത്തേനും പൈസ അറേഞ്ച് ചെയ്യും. ഞങ്ങൾ വീട്ടിൽ വരികയല്ല, ഓരോരുത്തരായിട്ട് ഞങ്ങളുടെ കയ്യിൽ ദൈവം കൊണ്ടുവന്ന് തന്നു, ഞങ്ങളുടെ മാതാവ് ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നു. അത് ഏറ്റവും വലിയ അനുഗ്രഹം. അതുപോലെ ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണേ. അപ്പം എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിലൊക്കെ ഞാൻ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്ത് പോയിട്ടാണെങ്കിലും അവരുടെ വിവരങ്ങൾ അന്വേഷിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. അതുപോലെ ഫുഡ് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കും. പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് പ്രാർത്ഥന എന്താണ്, എങ്ങനെ പ്രാർത്ഥിക്കണം, ഇതെല്ലാം ഞാൻ അറിഞ്ഞത്. കാരണം പ്രാർത്ഥിക്കാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. പ്രാർത്ഥിക്കാൻ മടി, കുമ്പസാരിക്കാൻ മടി. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ വെറുതെ പോയിരിക്കും, എന്തിനു പോണ്, അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു. അങ്ങനെ പോയോണ്ടിരുന്ന് ഞാൻ ഇന്ന് ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പള്ളിയിൽ പോവും. എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് എനിക്കറിയാം. ഞാൻ ഇപ്പോൾ എനിക്ക് പള്ളിയിൽ പോയി കഴിഞ്ഞാൽ കുമ്പസാരിച്ചിട്ട് ഞാൻ പള്ളിയിൽ കയറി പ്രാർത്ഥിക്കത്തുള്ളൂ. ഞാൻ ഈ പാസ്പോർട്ടിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കരഞ്ഞ്, ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട്. ഞാൻ, എൻ്റെ ഡാഡി, മമ്മി, ചേച്ചി എല്ലാവരും ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിച്ചു. അപ്പോഴവർ പറഞ്ഞു നിനക്ക് കിട്ടത്തില്ല. പക്ഷേ മാതാവ് എന്നെ അനുഗ്രഹിച്ചതാണ്. ഒരുപാട് നന്ദിയുണ്ട്, 1000 നന്ദിയുണ്ട് അമ്മയ്ക്ക്. ഞാൻ ഇവിടുത്തെ സാക്ഷ്യം, എൻ്റെ ആൻറ്റി ആണെങ്കിലും മമ്മി ആണെങ്കിലും ഞാനാണെങ്കിലും സാക്ഷ്യം കാണുമ്പോഴത്തേനും അങ്ങോട്ടേക്കും എല്ലാവർക്കും ഷെയർ ചെയ്യും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കും. നന്നായിട്ട് ഞാൻ പ്രാർത്ഥിക്കും. ഇപ്പോഴാണ് ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങിയത് സത്യം പറഞ്ഞാൽ. ഞാൻ അതുപോലെ കൃപാസന പത്രം വാങ്ങിച്ചിട്ട് ഞാൻ കൊടുക്കും, എന്നെ കൊണ്ട് പറ്റാവുന്ന രീതി. ഇപ്പോൾ ഹോസ്പിറ്റലിലാണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കും, അല്ലെങ്കിൽ ഇവിടുന്ന് പോകുന്ന വഴിയാണെങ്കിലും എല്ലാം ഞാൻ പ്രേക്ഷിത
പ്രവർത്തനമായിട്ട് ഞാൻ എൻ്റെ പത്രം ഇവിടെ നിന്ന് എല്ലാവർക്കും കൊടുക്കും. കഴിഞ്ഞ മാസം ഞാൻ ചെട്ടിക്കാട് നൊവേനയ്ക്ക് പോകുമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ മാസത്തെ പത്രം ഞാൻ ചെട്ടിക്കാട് അവിടെ വഴി നിന്നിട്ട് ഞാൻ കൊടുത്തത്. അപ്പോഴും എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചു, എന്തിനാ നീ ഇങ്ങനെ കൊടുക്കണം, എന്ത് നിയോഗം വെച്ചാണ്? ഞാൻ പറഞ്ഞു, എൻ്റെ വീട്ടിലെ അവസ്ഥ കാരണം കൊണ്ട് ഞാൻ പോകാൻ തീരുമാനിച്ചതാണ്, അത് കാരണം കൊണ്ടാന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നീ മോള് പ്രാർത്ഥിക്കുന്നതിനുള്ളത് മോൾക്ക് കിട്ടും, നീ ഇങ്ങനത്തെ നല്ല പ്രവൃത്തി ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മറ്റുള്ളവരിലോട്ട് ഞാൻ എൻ്റെ മാതാവ് എനിക്ക് തന്ന അനുഗ്രഹം ഞാൻ മറ്റുള്ളവരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് അതിന് ഫലമായിട്ട് ഒരുപാട് പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ടും പ്ലാൻ ചെയ്തിട്ടുണ്ട്. യെശയ്യാ 41:13 നിൻ്റെ ദൈവവും കർത്താവുമായ ഞാൻ നിൻ്റെ വലതുകരം പിടിച്ചിരിക്കുന്നു, ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. റോസ്മോൾ എന്ന ഈ സഹോദരി തൻ്റെ നഴ്സിംഗ് പഠനശേഷം വിദേശത്ത് പോകുവാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം നടത്തുന്നതും സാമ്പത്തികമായി ഏറെ ദൈന്യത അനുഭവിച്ച കുടുംബം, അത് പ്രായം വളരെ കുറവുള്ളതുകൊണ്ട് വിദേശത്ത് പോകുവാൻ തടസ്സമേറെയുണ്ടെന്ന് എല്ലാവരും പറയുമ്പോഴും പരിശുദ്ധ കൃപാസന മാതാവിൽ ശരണപ്പെട്ട ഉടമ്പടിയെടുത്ത് ജീവിക്കുകയും അമ്മയുടെ കരങ്ങളിൽ ജീവിതത്തെയും സാമ്പത്തിക സാഹചര്യങ്ങളെയും വിദേശത്തേക്കുള്ള ജോലിക്ക് വേണ്ടിയുള്ള അന്വേഷണത്തെയും മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത്. മകൾ പറയുന്നുണ്ട്, കേവലം 21 വയസ്സുള്ളത് കൊണ്ട് ഇറ്റലിയിലേക്ക് വേഗത്തിൽ പോവുക സാധ്യമല്ല. എല്ലാവരും റിജക്ഷൻ പറയുമ്പോഴും അമ്മയിൽ ആശ്രയിച്ച് അമ്മ മാതാവിൻ്റെ കരങ്ങളിലാണ് ആ നിയോഗം കൊടുത്തുകൊണ്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. അത് എല്ലാ തടസ്സങ്ങളും മാറി എല്ലാ പ്രോസസ്സും പൂർത്തീകരിച്ച് മകൾക്ക് വിദേശത്ത് പോകുവാനുള്ള വിസ ലഭിച്ചതിൻ്റെ സാക്ഷ്യമാണ് മകൾ ഇവിടെ പങ്കുവെച്ചത്. അതോടൊപ്പം ദാരിദ്ര്യം, സാമ്പത്തികമായി ഏറെ ഞെരുക്കം കുടുംബത്തിലുള്ളത് മകൾ പലയാവർത്തി ഇടയ്ക്കിടയ്ക്കത് സൂചിപ്പിച്ചു. എങ്കിലും ഓരോ കാര്യത്തിലും ഇറങ്ങി പുറപ്പെടുമ്പോൾ അമ്മ മാതാവ് പല രീതികളിൽ പണം ഒരുക്കി കൊടുത്തുകൊണ്ട് യാതൊരു പ്രയാസവുമില്ലാതെ ഈ നിമിഷം വരെയും, ടിക്കറ്റ് എടുക്കുന്ന നിമിഷം വരെയും മകൾക്കതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ ക്രമീകരിച്ചു കൊടുത്തതിനെയും നന്ദിയോടും സന്തോഷത്തോടു കൂടി മകൾ സാക്ഷ്യപ്പെടുത്തി. സാക്ഷികൂടാരത്തിൽ മകൾ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ വീട്ടിൽ 3 പേരും ഉടമ്പടി എടുത്ത് ജീവിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ഡാഡിയോട് ഒത്തിരി തവണ ഉടമ്പടി എടുക്ക്, പ്രാർത്ഥിക്കുന്നൊക്കെ ഡാഡിയോട് പറയുന്നുണ്ടായിരുന്നു. ഡാഡി പ്രാർത്ഥിക്കും, നല്ലൊരു ഡാഡിയാണെങ്കിലും ഉടമ്പടി എടുക്കുവാൻ ഡാഡിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. വീടിനകത്ത് ഇത് പല തവണ പല ദിവസങ്ങളിൽ നിർബന്ധത്തോടെ ഡാഡിയോട് പറയും, ഒന്ന് ഉടമ്പടി എടുക്ക്, നമുക്കൊന്ന് രക്ഷപ്പെടേണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ ഒരു ദിനം വീട്ടിൽ നിന്ന് കൃപാസനത്തിൽ പോകുന്നുവെന്ന് പറഞ്ഞ് പോന്നു. എന്തിനാ പോകുന്നത്? പ്രാർത്ഥിക്കാൻ പോകുന്നത് മാത്രമേ വീട്ടുകാർക്ക് അറിയാമുള്ളൂ. പക്ഷേ തിരികെ അന്ന് മകൾ ഇടയ്ക്ക് സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്, തിരികെ ഇടയ്ക്ക് വെച്ചാണ് അമ്മ വിളിച്ച് പറയുന്നത്, ഡാഡി ഇന്ന് ഉടമ്പടി എടുത്തുവെന്ന്. ഡാഡി ഉടമ്പടി എടുത്തു എന്നതിലല്ല അതിനെ മെറിറ്റിരിക്കുന്നത്, മറിച്ച് അത് മാതാവ് കൺഫേം ചെയ്യുന്നു എന്നതിലാണ് അതിൻ്റെ അനുഗ്രഹം ഇരിക്കുന്നത്. ഉടമ്പടി എടുത്ത ആ ദിവസമാണ് മകളുടെ വിസ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് മകളുടെ കൈകളിലേക്ക് ആ വിസ ലഭിക്കുന്നത്, പാസ്പോർട്ട് തിരികെ ലഭിക്കുന്നത്. നമ്മൾ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തോട് ഒരു ആത്മപരിശോധന ചെയ്യേണ്ടതുണ്ട്. ചില കാര്യങ്ങൾക്ക് തടസ്സമുണ്ടെങ്കിൽ, വൈകുന്നുണ്ടെങ്കിൽ, നടക്കാതെ പോകുന്നുണ്ടെങ്കിൽ, ചില ക്രമീകരണങ്ങൾ ഒരുപക്ഷെ നമ്മുടെ വ്യക്തി ജീവിതത്തിലോ നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ ജീവിതത്തിലോ ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ടാവും. അവ ക്രമീകരിച്ച് കഴിയുമ്പോൾ ആ നിമിഷം വരെ നമുക്ക് തടസ്സമായും കയ്യകലത്തിലുണ്ട്, കയ്യിലില്ല എന്ന രീതിയിൽ നിൽക്കുന്നതൊക്കെയും നമുക്ക് വേഗത്തിൽ ലഭിക്കും വിധം അമ്മ മാതാവ് അനുവദിച്ചു തരുന്നത് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. അത് മകളുടെ സാക്ഷ്യത്തിൻ്റെ ഒരു പ്രത്യേകത അത് തന്നെയാണ്. ഡാഡി അന്ന് വരെ ഇത്തിരി മറുതലിച്ച് നിന്ന ഡാഡി ആരും പറയാതെ സന്തോഷത്തോടെ വന്ന് സ്വയം പ്രേരിതമായി ഉടമ്പടിയെടുത്ത് മടങ്ങുമ്പോൾ അമ്മയോട് കാണിച്ച ആ ഒരു സ്നേഹം, ഉടമ്പടിയോട് കാണിച്ച ആ ഒരു ആദരവ്, അത് അനുഗ്രഹത്തിന് അടിസ്ഥാനമായി തീരുമെന്ന ഒരു ബോധ്യം അത് കുടുംബത്തിന് തെളിവായി കൊടുത്തുകൊണ്ട് അന്ന് തന്നെ വിസ കയ്യിൽ കൊടുത്തുകൊണ്ട് അമ്മ മാതാവ് കുടുംബത്തോട് പറഞ്ഞു, കൂടെയുണ്ട്, ഈ ക്ലേശത്തിൽ, ഈ ദാരിദ്ര്യത്തിൽ, ഈ യാത്രയ്ക്ക് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളിലും കൂടെയുണ്ട്, ഒരിക്കലും കൈവിടത്തില്ലെന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളെയും അതിൻ്റെ നിയോഗങ്ങളെയും അമ്മ മാതാവിന് കൊടുക്കുകയും ജീവിതത്തിൻ്റെ പരിസരങ്ങളെ ആത്മപരിശോധന ചെയ്തുകൊണ്ട് കൂടുതൽ ദൈവനാമത്തെ മഹത്വപ്പെടുത്തും വിധം കുടുംബത്തെ ക്രമീകരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അത് നമുക്ക് പരിശുദ്ധ കൃപാസന മാതാവിലൂടെ അനുഗ്രഹം വേഗം ലഭിക്കുന്നതിന് കാരണമാവുകയും ചെയ്യും. ഈ മകൾക്ക് ലഭിച്ച ഈ നന്മകൾക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം.